പറഞ്ഞു. അടുത്തിടെയാണ് എൻ്റെ അമ്മ വേണ്ടാത്ത വർത്താനമൊക്കെ അപ്പനോട് പറയും. പണ്ട് അമ്മ പാവമായിരുന്നു, ഇപ്പം വേണ്ടാത്ത വർത്താനമൊക്കെ പറയും. അതെന്നാടാന്ന് ചോദിച്ചു. അത് അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയതിന് ശേഷമാണ് അമ്മയ്ക്ക് ഭയങ്കര മാറ്റം. കാരണം ഡെയിലി 339 രൂപ കിട്ടുമ്പോൾ അപ്പന് പുല്ല് വില പോലുമില്ല. അതും ഇതൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങും. എല്ലാവരെയും കുറിച്ചല്ല, ചില സ്ത്രീകൾ അങ്ങനെയുണ്ട്. വിധേയത്വം കാണിക്കാതെ കുടുംബം തകർക്കുന്നവർ, ഭാര്യയോട് ആലോചിക്കാതെ എല്ലാം ചെയ്യുന്ന കെട്ടിയവർ, ഇതൊക്കെ കുടുംബം തകർക്കുന്നവരാണ് വിധേയത്വം. ഒരുത്തൻ മനഃശാസ്ത്രജ്ഞനെ സമീപിച്ച് പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയെ കാണുമ്പം പേടി, കൈ പറിക്കുന്നു, കെലുകലാന്ന് തോന്നുന്നു, എനിക്ക് അവളെ കാണുമ്പം പേടിയാണ്. മനഃശാസ്ത്രം ചോദിച്ചു, എന്നാ അറിയത്തില്ല, പക്ഷെ പേടി വരിക. ഇപ്പം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, കള്ള് കുടിച്ച് പൂസായതുപോലെ വൈകിട്ട് 6 മണിക്ക് ഗേറ്റിങ് വരിക, തുണി പൊക്കി കുത്തി മടക്കി കുത്തുക, തലക്കെട്ട് മുറുകെ വെക്കുക, ഗേറ്റിങ് എന്ന് പറയുക, പുല്ലാണേ പുല്ലാണേ ഭാര്യ എനിക്ക് പുല്ലാണെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ നേടാൻ പറഞ്ഞു. ഇയാൾ 6 മണിക്ക് വന്നു, മുണ്ട് മടക്കി കുത്തി തലക്കെട്ട് കിട്ടി പൂസായ പുല്ലാണേ പുല്ലാണേ. ഇപ്പോൾ ഭാര്യ ഒരു ചരലയും ചൂടുമായിട്ട് അല്ലെങ്കിൽ എന്നാടും ഞാൻ പറയുന്നതെന്ന് വെച്ചു. അവൻ്റെ സഹകരണ ആഫീസും പൊട്ടിപ്പോയി. അവൻ പറഞ്ഞു, പുല്ലാണേ പുല്ലാണേ ഈ മുറ്റം നിറയെ പുല്ലാണേ എന്ന് പറഞ്ഞ് കുത്തിയിട്ട് പറിക്കാൻ തുടങ്ങിയെന്ന. അപ്പം അങ്ങനെയുള്ള വിധേയത്തെ കാണിച്ച് ചെയ്യുമ്പം എന്നാ പറ്റും? ഭർത്താവ് അമ്മയേക്കാൾ താന്നാൽ വീട് അപകടമാണ്. അങ്ങനെ താന്നാൽ മക്കൾ നിങ്ങളുടെ തലകിലും നിരവും. കുടുംബത്തിൻ്റെ അവസാന ഭാഗം അപ്പനാകണം. അവസാന ഭാഗം പറയാനുള്ള ജീവിതമില്ലാത്ത അപ്പനാണോ? അമ്മയാകണം. അമ്മ ഹൃദയം പോലെ കൂടെ ഒന്ന് സ്നേഹിക്കണം.